അണ്ണാ, ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നത്? നല്ലപോലെ ബുക്ക് വിതരണം ചെയ്ത് നല്ലപോലെ പേര് സമ്പാദിച്ചോ, പിന്നെ ഇവിടെ നടക്കുന്നത്? ഓ, നല്ല പേര് സമ്പാദിച്ചിട്ട് ഇപ്പൊ എന്നാ എടുക്കാനാ? കയ്യിൽ ചുള ഉണ്ടോ? നല്ല പേരും ചീത്തപ്പേരും എല്ലാം വിൽക്കാൻ കിട്ടും, ഇപ്പൊ മാർക്കറ്റിലുണ്ട്. അണ്ണൻ പറഞ്ഞില്ലേ ഈ പഴയ പരിപാടി? ആ പഴയ പരിപാടി എന്നതാ, അതൊന്ന് പറഞ്ഞതാ. എടാ, ഈ പഴയ പരിപാടി എന്ന് പറഞ്ഞാലേ കാര്യശാലം കുഴപ്പമാണ്. അന്ന് ഈ രാജേഷ് പറഞ്ഞില്ലേ മുടിയന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് കുറച്ച് പൈസ സംഘടിപ്പിച്ച് കൊടുക്കാമെന്ന്. അതുപോലെ അല്പം കുഴപ്പം പിടിച്ച പരിപാടിയാണ്. ഒന്ന് തെളിച്ചു പറയണ, കാര്യമില്ലൊക്കെ മനസ്സിലാവണ്ടേ? ഇനി എന്ത് മനസ്സിലാകാനാ? കടത്ത്, അത്ര തന്നെ. അന്ന് ഞാനേ ഈ കാര്യം പറഞ്ഞ നിങ്ങൾക്ക് എന്നാ പേടിയും വെപ്രോളായിരുന്നു. ഇപ്പൊ എവിടെ പോയി ഇതെല്ലാം കൂടെ? എടാ, വേറെ ഇതല്ലാതെ പിന്നെ വേറെ എന്നാ ഒരു മാർഗം? ഞാനങ്ങനെ പറഞ്ഞും പോയി. ഇപ്പം എന്നെ ചെയ്യുന്നേന്നൊക്കെ എടുത്തിയാടി ചെയ്യുമ്പോഴേ ഓരോന്ന് ഓർക്കണം. അജിയും മുടിയും എന്തിയെ മുങ്ങിയോമാര്? രാജേഷേ, ശവത്തിൽ കുത്തരുത്. അജ്ജി ഒന്ന് മാറി നിൽക്കുക, ഈ പ്രശ്നം ഒന്ന് സോൾവ് ആവുന്ന വരെ. ചില സന്ദർഭങ്ങളിൽ നമ്മൾ സത്യം വളച്ചൊടിക്കാറുണ്ട്. അതായത് മുന്നിൽ വരുന്ന ചില തടസ്സങ്ങളെ നേരിടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ അത്രമാത്രം നമ്മൾ ചെയ്യുന്നുള്ളൂ, അത്രമാത്രം. ഒരു കാര്യം അണ്ണാ, പിടിക്കപ്പെട്ടാൽ ഒരാൾക്ക് വേണ്ടി എല്ലാവരും അകത്താവും. എന്തിനാ ചെയ്തെന്ന് ആരും നോക്കത്ത് പോലുമില്ല. ഒരു സമൂഹം മുഴുവൻ നമ്മളെ കുറ്റവാളികളെ കാണും. നാളെ നമ്മളെ നോക്കി കാണേണ്ട നമ്മുടെ കുഞ്ഞുങ്ങള് നാളെ നമ്മളെ കാണുമ്പോ ഉണ്ടല്ലോ പഴി പറയും. ഓ പിന്നെ മാതൃകാണെങ്കിൽ ഒരുത്തൻ, നീ കൂടുതൽ മഹത്വമൊന്നും പറയണ്ട. ഇവിടുത്തെ പിള്ളേരെ ഇവനെ കണ്ടുപിടിച്ച ബെസ്റ്റ് ആയിരിക്കും. ഈ സ്നേഹവും പ്രേമവും നിന്നോട് ചോദിച്ചാൽ മതി, നീ എന്റെ ഉസ്താദല്ലേ? എടാ, നീ കുറച്ചു നാളായിട്ട് എന്നെ കാണുമ്പോ നീ ഉണ്ടാക്കാൻ നിൽക്കുക. ഞാൻ നിന്റെ പെങ്ങളെയൊന്നും അല്ലല്ലോ പ്രേമിക്കുന്നത്. നീ എന്റെ കൂടെ നിൽക്കേണ്ടെന്നേ. എടാ, ഇത് എവിടെ ചെന്നതിന് പ്രശ്നമുള്ളത്? ഞാൻ എന്റെ പൊട്ടത്തരത്തിന് ഓരോന്ന് പറഞ്ഞ നിങ്ങൾ ഇന്ന് ചുമ്മാ തമ്മി തല്ലുകൂടാന്നേ. ആ മാർവാടിയുടെ പ്രശ്നത്തിൽ അജിയെ എങ്ങനെ വീടെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇനി അത് വേണ്ടെങ്കിൽ ഇനി അവരുടെ തല്ലുകൊണ്ട് ചാട്ടാം, അല്ല പിന്നെ ഞാൻ എന്നാ പറയാനായിട്ട്? നിങ്ങൾ തെലുങ്ക് വോയിസ് പിള്ളേരല്ലേ? ഞാൻ സതീഷ്. അജിയുടെ പണം മേടിച്ച സന്തോഷം ചേർന്നാണ്. കാര്യങ്ങളെല്ലാം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവന് നിങ്ങളെ ഫേസ് ചെയ്യാൻ മടിയാണ്. അവൻ അജിക്ക് കൊടുക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. അജിയെ വിളിച്ചപ്പോഴൊക്കെ അതിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതാണ് നിങ്ങളെ തേടി ഞാൻ വന്നത്. ഈ പൈസ വാങ്ങിച്ചിട്ട് നിങ്ങൾ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാകണം. ഓക്കെ. സുനിയണ്ണ, അമ്മാരി പോലീസ് സ്റ്റേഷന്റെ ഈ ഭാഗത്ത് ഇവിടെ അജിത്തിന്റെ വീടില്ലേ, അവിടെ അമ്മാര് പോലീസ് സ്റ്റേഷൻ പോയിരിക്കാൻ ഭയങ്കര കച്ചാ. ഈ പൈസ കിട്ടിയ വിവരം അമ്മാരെ നമ്മളൊന്ന് പറഞ്ഞ് ധരിപ്പിക്കുക. എങ്ങനെയാ? അതെ അതെ. സുനിയണ്ണ, ഇത് നമ്മുടെ ഷായി അല്ലേ? ഷായി ചേട്ടനല്ലേ ഇത്? അതെ. എന്നാ ഷായി ചേട്ടാ ഇവിടെ എന്നാ പറ്റി? എടാ, എന്നാന്ന് വെച്ചാലേ, എടാ ഇന്നലെ മുതൽ എന്റെ പെങ്ങളെ കൊച്ചു മിസ്സിങ്. ഇങ്ങനെ ആ തോട്ടത്തിൽ നിന്ന് കൊച്ചിന്റെ ബാഗും ഡ്രസ്സും ഒക്കെ കിട്ടി. എന്നെ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതിനു വേണ്ടി വന്ന